സാഗര, ഞാനാ CI പോത്തൻ. സാഗറിന് താല്പര്യമുള്ള കാര്യമല്ല എങ്കിലും. എന്താ കാര്യം? റോക്ക്ഫോർഡ് ഗാർഡൻസിൽ ഇന്ന് റെയ്ഡ് നടക്കും. ഇല്ല. കോശിയ എന്താ റെയ്ഡോ? നിങ്ങളാരാ? സാഗർ. ഓ, നല്ല മനസ്സ് തോന്നിയതിന് നന്ദി. പുതിയ വല്ല വേലയിറക്കാനുള്ള പരിപാടിയാണോ? സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. പോലീസ് എനിക്ക് നിങ്ങൾക്ക് ശത്രുവാണ്, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഏമുണ്ട് എന്താ? പോലീസ് റെയ്ഡ് ചെയ്യുമെന്ന് ജാക്കിയുടെ വാണിംഗ്. റാസ്കൽ. ചേരൻകുട്ടി വിവരം അറിയിച്ചാലോ? എന്ത് കാര്യത്തിന്? ശേഖരൻകുട്ടിയുടെ പോലീസ് ശേഖരൻകുട്ടി റെയ്ഡ് ചെയ്യുമെന്നു? തനിക്ക് വല്ല വട്ടുമുണ്ടോ? లేదండి ഇല്ല. You go that side. നിങ്ങൾ അങ്ങോട്ട് പോവാം. You go there. നിങ്ങൾ അങ്ങോട്ട് പോകൂ. That side. Come on, make it fast. Get down. എല്ലാം പെറുക്കിടാ. എടേ, സാർ പറഞ്ഞ കേട്ടില്ലേ? എന്താണോ നോക്കിയേക്കുന്നേ? ഞാൻ ശേഖരൻകുട്ടിയുടെ ആളാണ്. ഓഹോ, നീ ശേഖരൻകുട്ടിയുടെ ആളാണല്ലേ? നടക്കാം. ചെരുപ്പൂര. വെങ്കടാചലപതി കാപ്പാരണ്ടി. എടുക്കണോ പെട്ടി? പെട്ടി എടുക്കണ. ഒറ്റ നിമിഷം ചുമ്മാടില്ലാത്ത നേരത്താ. నన్ను ఎందుకు ఇంత కష్టపడుతున్నావు? అయ్యో എന്താണോ കിട്ടിയില്ലേ? ഡൽഹി ലൈൻ കിട്ടുന്നില്ല സാർ. രാജഗോപാലൻ സാറേ, ജാമ്യം കിട്ടാൻ വേറെ ഒരു മാർഗവും ഇല്ലേ? നോൺ ബെയിലബിൾ ഒഫൻസാ. പിന്നെ എന്ത് ചെയ്യാനാ? സാർ ആ അറസ്റ്റ് ചെയ്ത ഓഫീസറെ കണ്ടോ? എല്ലാവരെയും കണ്ടു. എന്തു പറഞ്ഞു? അൺഒഫീഷ്യലായിട്ട് അറിഞ്ഞതാ. നിങ്ങളുടെ ആ പഴയ സുഹൃത്തുണ്ടല്ലോ സാഗർ, അയാൾ പറ്റിച്ച പണിയാ. അവൻ എന്ത് ചെയ്തു? അയാൾ ഡൽഹിയിൽ ആരെ ഇൻഫ്ലുവൻസ് ചെയ്തു. അവർ നേരിട്ട് IJ വിളിച്ച് റെയ്ഡ് ചെയ്യാൻ ഇൻസ്ട്രക്ട് ചെയ്തതാ. ഇനി എന്താ ഒരു മാർഗം? IG നേരിട്ട് ഇടപെട്ടൊരു കേസായതുകൊണ്ട് ഇടപെടാൻ മറ്റു ഓഫീസേഴ്സിനൊരു മടി. ചേരകുട്ടി, അച്ഛൻ ഡൽഹിയിലുണ്ട്, IG ഡൽഹിയിലുണ്ട്. അവർ തമ്മിൽ ബന്ധപ്പെട്ടാൽ കാര്യം നടക്കും. അതിന് ഡൽഹി കിട്ടണ്ടേ? സാർ, ഡൽഹി ഹോൾഡിംഗ്. ഹലോ, കേരള ഹൗസ് അല്ലേ? CM ഒന്ന് വേണമല്ലോ. ആ, ഞാൻ CM-ന്റെ മകനാ. നമസ്കാരം സാർ.
യെസ് കമിൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ് തോമസ്. ഇരിക്കൂ, ചായ കുടിക്കൂ. ഡൽഹിയിൽ ഇത്തവണ ഭയങ്കര തണുപ്പാണല്ലേ? അതെ. തോമസ്, നിങ്ങളുടെ ഫ്രസ്ട്രേഷന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. റിട്ടയർ ചെയ്യാൻ ഇനി 6 മാസമേ ബാക്കിയുള്ളൂ. ഇത്രയും കാലം ജോലി ചെയ്തിട്ട് സ്വന്തമായ ഒരു വീട് പോലും തോമസിനില്ലെന്ന് എനിക്കറിയാം. ഐ നോ ഇറ്റ് തോമസ്. നമ്മുടെ ഗവൺമെന്റ് പുതിയൊരു പേപ്പർ ഫാക്ടറി തുടങ്ങാൻ പോകുന്ന വിവരം തോമസിന് അറിയാമല്ലോ. 10,000 പേർക്കെങ്കിലും തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആണത്. എല്ലാ അപ്പോയിന്റ്മെന്റ്സിനുമുള്ള അധികാരം അതിന്റെ എം ഡിക്കായിരിക്കും. ഞാൻ അതിന്റെ എം ഡി ആയിട്ട് ഉദ്ദേശിക്കുന്നത് തോമസിനെയാണ്. റിട്ടയർ ചെയ്താലും 2-3 വർഷം ഞാൻ വിചാരിച്ചാൽ തോമസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് തോമസിന് അറിയാമല്ലോ. അത് താങ്ക് യു സർ. ഞാനൊരു കഠിന ഹൃദയനൊന്നും അല്ല തോമസ്. എനിക്ക് നിങ്ങളോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജുമില്ല. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് ഇറ്റ്. ഞാനതൊക്കെ അപ്പോഴേ മറന്നു സർ. എന്റെ മകൻ ശേഖരൻകുട്ടി എനിക്ക് എന്തിനേക്കാളും വലുതാണ്. അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ സഹിക്കില്ല. അക്കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് സർ. ശേഖരൻകുട്ടിയെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായം എനിക്കുമില്ല. ഗുഡ്. എന്നെ മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എനിക്കെന്നും പ്രിയപ്പെട്ടവരാണ്. ഞാൻ വരട്ടെ സർ. ആ പിന്നെ ശേഖരൻകുട്ടി തിരുവനന്തപുരത്തു നിന്നും വിളിച്ചിരുന്നു. നിങ്ങൾ ഇടപെടേണ്ട എന്തോ പ്രശ്നമുണ്ടെന്ന്. അതെന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തേര്. ശരി സർ. ശോ, എന്റെ കർത്താവേ, ശനിദശ തീർന്നു. എന്താ കോച്ചായത്? അതൊക്കെ മറന്നുകളാ, കഴിഞ്ഞില്ലേ? അകത്ത് പോയി കിടന്നതിലുള്ള വിഷമമൊന്നും എനിക്കില്ല. ഇതിനു മുമ്പ് ഞാൻ കിടന്നിട്ടുള്ളതാ. പക്ഷേ ശേഖരൻകുട്ടി ഉണ്ടായിട്ടും സംഭവിച്ചു പോയി. അതിന്റെ കാരണക്കാരൻ ആരാണെന്ന് എനിക്കറിയാം. കോച്ചായ ഒരു കുരുക്കൂടി അഴിയാൻ ബാക്കിയുണ്ടായിരുന്നു, അതും അഴിഞ്ഞു. ഇപ്പോ ഐ ജിയും നമ്മുടെ ലൈനപ്പിലാ. അന്നവൻ എന്താ കോച്ചായ പറഞ്ഞത്? എന്റെ അന്ത്യം എടുത്തു, കൗണ്ട് ഡൗൺ തുടങ്ങിക്കോളാൻ. ഇനി ഞാൻ കാണിച്ചു തരാം അന്ത്യം ആരുടേതാണെന്ന്.